ഇവിടെ രാവിലെ തന്നെ നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് നോക്കി. ഇവിടെ ചെറിയ ചെറിയ നമ്മൾ എന്തൊക്കെയാണ് വെക്കണമ്മ? ശ്രുതി അച്ചാറ് മാത്രമുള്ള കറി. പിച്ചക്കാരെ എവിടെ ചെന്നാലും പിച്ചക്കാരനെ ഇരിക്കുള്ളൂ. ശരിയാണ്, ഞങ്ങൾ പിച്ചക്കാരാണ്. ഈ യാത്രയിൽ ഞങ്ങൾ എന്തോരം നെഗറ്റീവാണ് കേട്ടുകൊണ്ടിരിക്കണേന്ന് അറിയാമോ? ഞാൻ പറഞ്ഞില്ല എന്നെ കൊണ്ടുപോകാനായിട്ട്. കണ്ണന്റെ ആഗ്രഹത്തിനാണ് ഞങ്ങൾ ഈ വന്നേക്കണം. കന്യാകന്യൊക്കെ തന്നെ എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞില്ല. അമ്മനെ കൊണ്ടുപോകാതെ എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞില്ല. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോക്ക് സ്വാഗതം കേട്ടാ. അപ്പൊ നോക്കി നമ്മള് ഡൽഹിക്ക് പോണ റൂട്ടിലാണ്. നമ്മൾ ഇന്നലെ പമ്പിലാണ് കിടന്നത്. എന്നിട്ട് അവിടെ നിന്ന് പോണ വഴിക്ക് പോയി. അപ്പൊ ഇവിടെ കുക്കിങ്ങിലാണ് ഇവിടെ. ഇവിടെ രാവിലെ തന്നെ നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് നോക്കി. ഇവിടെ ചെറിയ ചെറിയ നമ്മൾ എന്തൊക്കെയാണ് വെക്കണമ്മ? ഇന്ന് ചോറിലിട്ട കഞ്ഞിയാണ്. കുക്കറിലിട്ട് കഞ്ഞിയാക്കാന്ന് പറഞ്ഞു ഉച്ചക്കത്തേക്ക്. അപ്പൊ ഉണ്ടാക്കാനായിട്ട് പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മ ആദ്യം തന്നെ ഇത്തിരി കട്ടൻ ചായ എടുക്കണേ. കട്ടൻ ചായ കുടിച്ചിരിക്കുന്നത്. അപ്പൊ കട്ടൻ ചായ വെള്ളം ഒഴിച്ചപ്പോ കട്ടൻ ചായ ആയിട്ട് വന്നത്. അതെ, അപ്പൊ കട്ടൻ ചായ ഇത് അരി ഇടയാണ്. ഇപ്പൊ കഴുകി വെച്ചിരുന്ന അരി ഇടയാണ് കുക്കറിൽ. കഞ്ഞിയായിട്ട് ഇട്ടത് ഇപ്പൊ പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് വാങ്ങി കഴിഞ്ഞാല് അപ്പം ചൂട രാവിലെ കഴിക്കാം. നമ്മളിന്ന് അത്യാവശ്യം കിലോമീറ്റർ ഇപ്പോൾ ഓടിച്ചിട്ടുണ്ട് അല്ലേ? അത്യാവശ്യം കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ അപ്പൊ അതിനുശേഷം കുക്ക് ചെയ്തിട്ട് കുറച്ചിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തും. പിന്നെ നമ്മൾ റിട്ടേൺ വീട്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ഒറ്റ പിന്നെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കേണ്ട. അതെ, കഴുകാനും ബാക്കിയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വെള്ളം നമ്മളിവിടെ നിർത്തിട്ടുണ്ട്. ഒരു ദാബ് എടുത്തിട്ടുണ്ട്. കുക്കറിനായിട്ട് വണ്ടറകത്തേക്ക് കയറി കേട്ടോ. വണ്ടറകത്തേക്ക് കയറി. അപ്പൊ രാവിലെ അവിടെ ചായ ആവണേന് മുന്നേ തന്നെ ചെറിയൊരു നട്ട്സ് തുടങ്ങാം അല്ലേ? ഇതിന്റെ കഥ എന്താണ് പറഞ്ഞത്? ഇത് ഞങ്ങൾക്ക് എല്ലാ ദിവസവും കഴിക്കാനുള്ളത് ഉണ്ടായിരുന്നു. പിസ്ത ഉണ്ടായിരുന്നു, ബദാം ഉണ്ടായിരുന്നു, കശുവണ്ടി ഉണ്ടായിരുന്നു. ഇത് രണ്ട് വേണ്ടാർക്കും വേണ്ടാതെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ തീരുവില്ല. ഇത് 2 പാക്കറ്റ് ഉണ്ടായിരുന്നു. ഇത്ര എടുത്തിട്ടുള്ളൂ. ഞാനാണ് ഇടയ്ക്കിടയ്ക്ക് എടുക്കും, ഇത്തിരി കൊടുക്കും. അപ്പൊ മതി എന്ന് പറയും 2 നാൾ കഴിക്കണം. ഇത് വേറൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു. ഇതൊരു പാക്കറ്റ് ഒരു കണക്കിന് കുറച്ച് കണ്ണ വണ്ടി പിടിക്കുമ്പോൾ കണ്ണന്റെ കയ്യിലായിട്ട് കൊടുത്ത് സൂചിക്കും കൊടുത്ത് ഇത്രയും ഒരു പാക്കറ്റ് തീർത്തി. നീ ഇത്രയാക്കി. രണ്ടാമത്തെ പാക്കറ്റിന്റെ പകുതിയായി. ഇന്നലെ രാത്രി ഇത്തിരി 5-6 കഴിക്കാൻ പറഞ്ഞിട്ട് പോലും ഇവർക്ക് വേണ്ട. നമ്മള് എന്ന് പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് കണ്ടതാണ്. റിപ്ലൈ പറയാനല്ലേട്ടോ, പറയാതിരിക്കാനും പറ്റൂല. ശ്രുതി അച്ചാറ് മാത്രമുള്ള കറി. പിച്ചക്കാരെ എവിടെ ചെന്നാലും പിച്ചക്കാരനെ ഇരിക്കുള്ളൂ. ശരിയാണ്, ഞങ്ങൾ പിച്ചക്കാരാണ്. ഞങ്ങൾ വലിയ പണക്കാരാണെന്ന് ഞങ്ങൾ പറയണില്ലല്ലോ. ഞങ്ങൾ കോടീശ്വരന്മാരല്ല, പണക്കാരല്ല. ഞങ്ങൾ പിച്ചക്കാർ തന്നെയാണ്. പിച്ചക്കാരൻ തന്നെ മോശമായ ആൾക്കാരാണ്. കക്കാൻ പോണവരല്ല. എന്തായാലും പിച്ചെടുക്കണേന് അതിനുണ്ടൊരു അന്തസ്സ്. അപ്പം ഞങ്ങൾ ശരിക്കും പിച്ചക്കാരായിട്ട് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം നിറവേറ്റാനായിട്ട് വന്നേക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ കമന്റ് എഴുതുന്ന ആൾക്കാർ അതൊക്കെ ഒന്ന് വിട്ട് കളിക്കട്ടെ, ഞങ്ങളുടെയിലോട്ട് നോക്കണ്ട. അപ്പം അതിന് റിപ്ലൈ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും വലിയൊരു യാത്രയിൽ ഞങ്ങളിന്ന് 16 ദിവസമായി. ഇത്രയും വലിയൊരു യാത്രയിൽ ഞങ്ങളുടെ ഇപ്പോഴും ഉണ്ട് അച്ചാറായിട്ടും പപ്പടം വറുത്തതായിട്ടും ഉണക്കച്ചെമ്മീൻ വറുത്തതായിട്ടും. ഇതൊക്കെ പോരെ? നാട്ടിലൊക്കെ ഓരോരുത്തരെ വിളിച്ചു ചോദിക്കുമ്പോൾ കറിക്ക് എന്താന്ന് ചോദിക്കുമ്പോൾ അവിടെ കറിക്ക് ഒന്നുമില്ലെന്നാണ് പറയുന്നത്. എല്ലാവരും പറയും നിങ്ങളുടെ ഇതിൽ കറിയെല്ലാം കാണുന്നുണ്ടല്ലോ. ഞങ്ങളൊന്നുമില്ല, പയറാണ് പരിപ്പാണ് എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ ഇന്നലെ ആ കമന്റ് കണ്ടപ്പോ എനിക്ക് ഭയങ്കര പിച്ചക്കാരെ എപ്പോഴും ഞങ്ങൾ പിച്ചക്കാരാണ്. ഞങ്ങൾ പിച്ചക്കാരിൽ നിന്നാണ് ഇങ്ങടായി വന്നേക്കണത്. അതെ, അതിൽ ഞങ്ങൾക്ക് രാക്ഷേപമില്ല. അങ്ങനെ പറഞ്ഞാല് ഞങ്ങൾ പണക്കാരും അല്ല, കോടീശ്വരന്മാരും അല്ല. നമ്മ കഞ്ഞി വെക്കാൻ പോയിട്ടാണ് ഇവിടുത്തെ എത്തിയേക്കണത് മഹാരാജ്യത്തില്. അപ്പൊ അതെല്ലാവർക്കും അറിയാം. അപ്പൊ അതൊരു വിഷമമായൊരു കമന്റ് ആയിരുന്നിട്ടത്. അപ്പൊ ഞങ്ങളുടെ ഇതൊക്കെ ഇല്ലാഞ്ഞിട്ടല്ല, ക്ഷീണമാണ്. ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൂടി. ക്ഷീണമൊന്നുമില്ല, ഞങ്ങൾ വന്നിട്ട് നല്ല തീറ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ വണ്ണം വെച്ചേക്കാണ്. ഞങ്ങൾ ക്ഷീണം ഞങ്ങൾ കൊണ്ടുപോകും. അതെ, തന്നെ കൊണ്ടുപോകും. മേടിക്കാന്ന് സുന്ദരമാമനാണ്. മാമനെ കാണിക്കൂട്ടെ, മാമന് വിഷമാവും. അന്നേരം മാമൻ വീഡിയോ കാണുന്നുണ്ട്. ഇതൊക്കെ സുന്ദരമാമൻ മേടിച്ചു. അതെ, കഴിച്ച് കൊറേ ഒതുങ്ങി. ഇപ്പൊ ഇനി നമുക്കൊരു 3-4 ദിവസം കൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തും. അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം പറയണേന്ന് ബദാം കൊണ്ട് നമുക്ക് വെറൈറ്റി എന്തെങ്കിലും ഷേക്കാ കട്ട്ലേറ്റ് അങ്ങനെ ഈ വീഡിയോ കാണിച്ചത് ഇതൊക്കെ കിട്ടിയിട്ട് ഇപ്പൊ ഇന്നലെ ഒരു രാത്രി കഴിഞ്ഞു. വീഡിയോ 2 ദിവസമായിട്ടല്ലേ എടുക്കണത്. ഇതൊക്കെ പിന്നെ മാപ്പിള കിട്ടിട്ടാ. പിന്നെ ഒരാൾക്കാരുടെ കയ്യിലാണെങ്കിൽ ഇരിക്കില്ല. ഞങ്ങൾക്ക് അത് വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങൾ റേഷനയുടെ ചോറും പിച്ചക്കാരല്ലേ, പിച്ചക്കാരെ എവിടെ ചെന്നാലും പിച്ചക്കാരി തന്നെ ഇരിക്കുള്ളൂ. ഞങ്ങൾക്ക് എവിടെ ചെന്നാലും ഞങ്ങൾ റേഷനയുടെ ചോറും ഞങ്ങൾക്ക് അതിനുള്ള കറിയും കിട്ടണം. ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആപ്പിള് പിന്നെയും കിട്ടി, 3 കൂടി കിട്ടി. പിന്നെ ശ്രമിച്ചാ കിട്ടിയാനെ. ചീത്തായിക്കളാണ് ഇതിനാണ്.
നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. അതെ, അപ്പൊ ഇന്നെന്തായാലും എല്ലാവരും പറഞ്ഞതില് നമ്മളിതൊക്കെ കൂട്ടി കഴിക്കും. അപ്പൊ നമുക്ക് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് കാണാം അല്ലേ. നമുക്ക് യാത്രയിൽ എല്ലാരും കഴിക്കണതെല്ലാം കാണിക്കാൻ പറ്റൂലല്ലോ. ഈ യാത്രയിൽ ഞങ്ങൾ എന്തോരം നെഗറ്റീവാണ് കേട്ടുകൊണ്ടിരിക്കണെന്ന് അറിയാമോ? അതിനെല്ലാം തക്കതായ മറുപടികൾ വീട്ടിലെത്തിയിട്ട് തരുന്നതാണ്. അതുപോലെ നെഗറ്റീവ് കേൾക്കണോ? റീലിട്ടാ തന്നെ എന്തൊക്കെയാണ് കേൾക്കണേ? ഈ തള്ള ഇങ്ങനെ ഇറങ്ങിയൊക്കെയാണ്, ഈ തള്ള ഇറങ്ങിയേക്കണ. ഈ കമന്റ് ഇട്ടവന്റെ കൂടെ അല്ലല്ലോ ഞാൻ വന്നേക്കണത്, എന്റെ മോന്റെ കൂടെ അല്ല ഞാൻ വന്നേക്കണത്. അപ്പൊ എന്റെ മക്കളെ എന്നെ കൊണ്ടുപോണ്. അതിന് ഇവർക്ക് എന്താണ് ഞങ്ങളുടെ അറിയില്ല കാണാൻ ഇഷ്ടമുള്ള 10 പേര് കാണുന്നുണ്ട്. അവർ ഞങ്ങളെ ചേർത്ത് പിടിക്കണുണ്ട്. പിന്നെ എന്തിനാണ് വെറുതെ ഇങ്ങനെ ഇടക്കിടക്ക് ചൊറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്താ എത്ര തള്ളേന്ന് വിളിച്ചാലും വെടിയെന്ന് വിളിച്ചാലും ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. എന്നാ ശ്രുതി കഴിക്കും. ചായ എടുത്തില്ലൊരു. അപ്പൊ നിങ്ങൾ ഒരു കമന്റിട്ട് തള്ളേന്ന് വിളിച്ച് വെറുപ്പിക്കൽ തള്ളേന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാലും നിർത്താൻ പോലുള്ള കാണണ്ട. ഇങ്ങനെയാണ് കേൾക്കണം. ഇവരെ എത്ര ബ്ലോക്ക് ചെയ്താലും പിന്നെയും തുറക്കുമ്പോൾ ഇവരുടെ തന്നെ വീഡിയോ വരുള്ളൂ. എത്ര ബുദ്ധിമുട്ടിയാണ് അവ കാണുന്നത് തന്നെ. ആളാണ് പേര് മനസ്സിലായില്ല. സ്ഥിരം കിടന്ന് ഞങ്ങളെ ഇറിറ്റേറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. അതിന് ഞങ്ങൾ മറുപടി കൊടുക്കണ്ടായോ? നല്ലോണം പൊരുത്തിയിട്ടുണ്ടായില്ല എല്ലാവരും. നന്നായിട്ട് നമ്മളെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞെന്ന് മാത്രമല്ല, ഞങ്ങൾ പിന്നെ മിണ്ടാതിരിക്കണം ശരിയല്ലാന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ മിണ്ടണ്ട. ഇനി വീണ്ടും 10-30 പേര് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായി. എന്നാണല്ല വണ്ടിയിൽ നിന്ന് എന്തെടുത്താലും അതെ പറഞ്ഞതിൻ്റെ ഇടയിലോട്ട് പോവരുതെന്ന് വിചാരിച്ചെടുക്കേണ്ടതാണ് താഴോട്ട്. അതെ, അപ്പൊ നമുക്ക് ചായ കുടിച്ച് ചായയുടെ കടിയല്ലട്ടാ പൊന്തറത്തിരിക്കണം. അപ്പൊ ചോറാകുമ്പോൾ അതാവുള്ളൂ. ഇപ്പൊ മുന്നിൽ ഞാൻ ഉണ്ടാക്കും. അതിനിടയിൽ ഞങ്ങളൊരു ഇടക്കാലാശ്വാസം നടത്തിയതാണ്. അതെ, അപ്പൊ നമുക്ക് ഇനി ഉണ്ടാക്കുമ്പോ കാണിച്ചു തരാം അല്ലേ. അപ്പൊ അതെ നമ്മുടെ ദോശ ആയിട്ടുണ്ടല്ലേ. പൊടിയാണ് 1 മണിക്കൂർ വെക്കണം. 1 മണിക്കൂർ ആയില്ല. അതിനിപ്പോ നമ്മൾ ഉണ്ടാക്കി മറിച്ചിട്ട് സാധനം കിട്ടിയണ്ടല്ലേ. സാധനമായിട്ടുണ്ട്. വിചാരിച്ചില്ലാവും. ചൂടായല്ല ഇങ്ങോട്ടേക്ക് കഴിക്കാനുള്ള നോക്കി. ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടി എല്ലാം ഉണ്ട്. ഈ ചെറിയൊരു സംഭവത്തിന്റെ ഇടയ്ക്ക് എല്ലാം ഉണ്ട്. ഉച്ചക്കത്തെ ചോറടക്കം ഉണ്ട്. ചോറുണ്ട്, ചായ എളുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ്. ചമ്മന്തിപ്പൊടി ഒറ്റയിടല്. അപ്പം കഴിച്ചിട്ടോ ഇനി പിന്നെ നിർത്തണ്ടല്ലോ. അതെ അതെ, പിന്നല്ല. നമ്മള് പന്ന വഴിക്കുമ്പോ ഒരുപാട് പേര് ഇങ്ങനെ ഉണ്ടായിരുന്നിട്ട് കുറെ ഫാമിലികള് എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ കുക്ക് ചെയ്യാൻ ഗ്യാസ് ഒക്കെ വെച്ച് രസമാണ് തോന്നണം. അതൊക്കെ എല്ലാരും എൻജോയ് ചെയ്ത് ചെയ്യണം എല്ലാവരും കൂടെ. അതെ അതെ, നമുക്ക് ഇതിനേക്കാളും വലിയ ഗ്യാസ് അടുപ്പ് ഉണ്ട് കൊടുത്തേ. ഗ്യാസ് അടുപ്പാണ് പെട്രോളിൽ ഇരിക്കണത്. നമ്മുടെ ലഗേജ് ഒക്കെയാണ് ഇരിക്കണത് പുറകില്. ഒരു ചാക്ക് അരി ഇരിക്കുന്നുണ്ട്. ഈ പെട്രോളിൽ ഇരിക്കണ നമ്മുടെ ഈ ഗ്യാസും ഉണ്ട്, സ്റ്റൗവും ഉണ്ട്. നമുക്ക് ഇപ്പൊ ഇത് കിട്ടിയോണ്ട് നമ്മൾ ഇതിട്ടിപ്പ് ചെയ്യണം ഇപ്പൊ അല്ലേ. അല്ലേ, പെട്ടെന്ന് ആവണ്ടല്ലേ. അതൊരിപ്പോ 10-450 രൂപ ഉള്ളു ഈ സാധനത്തിന്. ഇതിന് 150 രൂപയും അതിനൊരു 400 രൂപയും വരും. അതുകൊണ്ട് ഇതിലെല്ലാം ആവശ്യമായിട്ട് നമുക്കൊരു യാത്രയൊക്കെ പോകല്ലേ. ഇങ്ങനത്തെ സാധനം ഓൾറെഡി മേടിച്ചു വെച്ചാൽ സേഫാണ്. ആക്ച്വലി ഗ്യാസിന്റെ ഇത് വേറെ മേടിക്കേണ്ടി വരും. സ്റ്റൗ വേറെ വേണ്ട. സ്റ്റൗ ഇത് തന്നെ മതി. ഇതിന് 10-400 രൂപ ഉള്ളു. എല്ലാവർക്കും ഉപകാരപ്പെടും ഇത്. ഇത് നമുക്ക് സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം. അതെ 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 അതെ, അല്ലാതെ അല്ലാത്തവർക്കൊക്കെ പറ്റൂല. അല്പം നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം. അധികം പൈസയും ആവൂല, നമ്മുടെ ആഗ്രഹങ്ങളും നടക്കും. നമ്മള് വേറെ ഒരു പണിയൊന്നും ഇല്ലാണ്ടല്ല ഇങ്ങോട്ട് പുറപ്പെട്ടേക്കണം. ഒരാഗ്രഹങ്ങളെല്ലാം ശ്രുതി പറഞ്ഞില്ല, ശ്രുതിയുടെ വീട്ടുകാര് പറഞ്ഞില്ല ശ്രുതിനെ കൊണ്ടുപോകുന്നു. ശ്രുതി പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല എന്നെ കൊണ്ടുപോകാനായിട്ട്. കണ്ണന്റെ ആഗ്രഹത്തിനാണ് ഞങ്ങൾ ഈ വന്നേക്കണം. അത് ഞങ്ങളുടെ എല്ലാ വീട്ടുകാരും കൂടി ഫുൾ സപ്പോർട്ടായിട്ട് ഞങ്ങൾ വിട്ടേക്കണേന്ന്. അല്ലാതെ വെറുതെ കണ്ണന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ രണ്ടുപേരെയും കൂടി വിളിച്ചിട്ട് വന്നേക്കണേ. അപ്പൊ കണ്ണന്റെ ആഗ്രഹം പറഞ്ഞപ്പോ എന്നാ പൊയ്ക്കോ മോനെന്ന് ശ്രുതിയുടെ വീട്ടുകാരും പറഞ്ഞു. ശ്രുതി ഞാൻ കഴിഞ്ഞതൊക്കെ തന്നെ എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞില്ല. അമ്മനെ കൊണ്ടുപോകാതെ എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞില്ല. എന്താണ് ശ്രുതി അവസരത്തിൽ പറയാനുള്ളത്? എന്ത് പറയാനാണ്, ഇരുന്ന് കമന്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. ഇതിങ്ങനെ ചിരിച്ചിരിച്ച് ഞങ്ങൾ തള്ളിക്കളയും. വെറുതെ എന്തിനാണ് ഇങ്ങനെ സമയം കളയണത്? നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങളിങ്ങനെ പാഴാക്കല്ലേ. ഇത് പറഞ്ഞു പറഞ്ഞു അടുത്ത ട്രിപ്പ് നമ്മളിങ്ങനെ പോകുന്നു. കല്യാണം കഴിഞ്ഞ് ഈ ഒരു ട്രിപ്പിൽ 15 ദിവസത്തെ ജീവിതമല്ല ജീവിതമൊക്കെ കിടക്കണുള്ളു. അല്ലാതെ
എന്തൊക്കെയാണ് എന്റെ പൊന്നെ കേൾക്കാനൊന്നുമില്ല. അതിന്റെ എക്സ്പ്ലനേഷൻ പിന്നെ കൊടുക്ക. ഞങ്ങളിതെല്ലാം കേൾക്കണം കാണണം ഒക്കെ ഉണ്ട്. സന്തോഷമായി കേട്ടപ്പോ തന്നെ. അതെ. പിന്നെ പിച്ചക്കാരെ ആക്ഷേപിക്കണ്ടിട്ട്, അവര് പിച്ചെടുത്താലും ജീവിച്ചോട്ടെ, കക്കാൻ പോണില്ലല്ലോ. ആ പിച്ചെടുക്കണേനുണ്ടൊരു അന്തസ്. അല്ലാതെ അത് അവരുടെ ജോലി, ഞങ്ങളുടെ ജോലി. ഞങ്ങള് ശരിക്കും നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെ ജീവിക്കണം. 15 ദിവസം വെറുതെ ഇങ്ങനെ വണ്ടിയിലിരിക്കണത് കഴിഞ്ഞാൽ നേരം പഴയത് തന്നെ ഞങ്ങൾ. ഇപ്പൊ ഞങ്ങൾ എന്തോരം നേരം വിശന്നിരുന്നിട്ടാണ് ഇപ്പൊ ഇത് ഉണ്ടാക്കണത്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങളോട് പോകാൻ. ഇല്ല, ഞങ്ങളുടെ ആഗ്രഹത്തോട് ഞങ്ങൾ പോകണം. നമ്മുടെ വീഡിയോ കാണാനും ഇത് ഈ പറയണതൊക്കെ നെഗറ്റീവ് എഴുതുന്നവർക്ക് വേണ്ടി മാത്രം ഉണ്ടാ. നമ്മുടെ വീഡിയോ കാണാനും നമ്മൾ ഇന്ന് എന്താണ് കഴിക്കണേന്ന് അറിയാൻ വേണ്ടി വൈകുന്നേരം 5 മണിയാകുമ്പോൾ കാത്തിരിക്കണ കുറെ ആൾക്കാർ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്കറിയാം, ഞങ്ങളെ ചേർത്ത് വിളിക്കണം. അവർക്ക് വേണ്ടി മാത്രമാണ് നമ്മളിതെല്ലാം ചെയ്ത് കാണിക്കുന്നത്. എങ്ങനെയും തിരിച്ച് വാങ്ങുമ്പോൾ ഫോൺ ചെയ്തൊക്കെ മതി, കണ്ടത് മതി, പോരെങ്ങാട് കണ്ണനോട് പറ, തിരിച്ച് വരാൻ പറ. എത്ര പേരാണ് നമ്മളെ കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമാണ്. നമുക്ക് ഞാൻ കൊക്കയും കുഴിയും മലയൊക്കെ കണ്ടെങ്കിൽ പേടിയാകുമ്പോൾ അവർ പറഞ്ഞു മതി, നിർത്തി പോരെന്ന് പറയുന്നത്. പക്ഷെ നിർത്തിയില്ല, നമ്മൾ പൂർത്തിയാക്കിയിട്ടാണ് പോകുന്നത്. അതെ, നമ്മ ഡൽഹിയിലെത്താനായിട്ട് ഒരു ഇത്തിരി ഉള്ളല്ലേ? അതെ, ഒരു 90 കിലോമീറ്റർ കൂടെ ഉള്ളൂ. പിന്നെ നമുക്ക് സ്ഥലത്തോട് പോകണ്ട, സ്ഥലത്തോട് പോയിട്ട് വരുവോളൂ എങ്ങനെ നോക്കിയിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കാണാം അല്ലേ. ഹലോ. അപ്പൊ ഇന്നലെ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്നലെ ഞങ്ങൾക്ക് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റില്ല. അത്യാവശ്യമായിട്ട് വേഗം ഓടിച്ച് അവിടെ എത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ എല്ലാവരും കാണാൻ ചോദിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ ശേഷം നമ്മൾ ഈ വൈൻഡപ്പ് എടുക്കണത്. എന്നുവെച്ചാല് ആ വീഡിയോ നാളെ വരും. നാളെ വരുമ്പോ എന്തായാലും കാണാനും മറക്കരുത്. കുറെ പേർക്ക് വന്നെന്ന ആഗ്രഹമുള്ളത് നമ്മൾ കുറെ ബുക്കിന്റെ പുറത്തേക്ക് കണ്ടിട്ടുള്ള സാധനങ്ങളാണ് അല്ലേ. ഇപ്പൊ ഏകദേശം ക്ലൂ കിട്ടിയിട്ടുള്ള കമന്റ് അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ട് സർപ്രൈസ് അല്ല, കമന്റ് അടിക്കുന്നുണ്ട്. എന്നിട്ട് നാളെ വീഡിയോ കാണാൻ മറക്കരുത്. നാളെ വൈകിട്ട് 5 മണിക്ക് എന്തായാലും വീഡിയോ വരും. അപ്പൊ കമന്റ് അടിക്കുക, എവിടെയാണ് സ്ഥലം എന്ന് വെച്ചാൽ കമന്റ് അടിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് നിർത്തേണ്ട അല്ലേ മാ? സുധി എവിടെയല്ലേ? സുധിനെ കാണാനല്ലോ. സ്ഥലം പറയണ്ട, സ്ഥലം അടുത്ത വീഡിയോയിൽ എന്തായാലും കാണണം. ഗസ്റ്റ് അടിക്കേണ്ടവരൊന്ന് ജസ്റ്റ് ഒന്ന് ഗസ്റ്റ് അടിക്കുക, അത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനി എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണല്ലോ. ഞങ്ങള് സുഖമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ട് നമ്മള് തിരിച്ചു റൂട്ടിലാണ് തിരിച്ചു പോന്നോണ്ടിരിക്കാണ്. പോയ സ്ഥലമൊക്കെ ഒരു കുഴപ്പമില്ലാതെയൊക്കെ നിങ്ങളെല്ലാവരും വീഡിയോ ഒക്കെ കണ്ടല്ലോ. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്കറിയാം ഇനിയും തിരിച്ച് നീ എത്താൻ കുറെ കൂടി ഉണ്ട്, വീട്ടിലേക്ക് എത്താൻ കുറച്ച് 3000 കിലോമീറ്റർ. അപ്പൊ അതിന് എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ വേണമുണ്ട്. അതെ, ഇപ്പൊ നല്ല വഴികളിലൂടെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത്. കാരണം പുറത്തുനിന്ന് കാണിക്കണ്ട, നമ്മളിപ്പോ സ്ഥിരം പമ്പിലാണ് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നേരെ പമ്പിൽ നിന്ന് നേരെ കുളിച്ച് റെഡിയായി നല്ല ചുന്തിരി കെട്ടിയിലായിട്ട് ഞങ്ങൾ ഒന്നുകൂടെ ഇറങ്ങിയേക്കേണ്ട. അതൊക്കെ ചുറ്റും ഇങ്ങനെ വരണ്ടിടക്കുന്ന പ്രദേശങ്ങളും ഇങ്ങനത്തെ വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളെ പുരാതനമായി ഞങ്ങളെ തന്നെ കാണിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇന്നത്തെ കുറച്ചുകൂടി ഞങ്ങളോട് വെച്ച് അവസാനിപ്പിക്കാൻ പോകണേ. അതെ, ഞാൻ സഞ്ചരിക്കുന്ന ഒരു വീടാണിത്. അതിന്റെ വീഡിയോ 2.0 വന്നിട്ടുണ്ട്. അതെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള്. അപ്പൊ ഇനി വലിച്ചിട്ടില്ല. ഇനി നല്ലൊരു വീഡിയോസ് ഒക്കെ ആയിട്ട് പുറകെ പറ്റുകയാണെങ്കിൽ ദിവസം ഇതേപോലെ തന്നെ വീഡിയോ ഇട്ട് പോകാൻ ശ്രമിക്കും. അപ്പൊ വീട്ടിലെത്തിയാലും അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കാം. ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാല് നല്ല പുതിയ വീഡിയോസ് ഒക്കെ പുറകെ കാണാൻ പറ്റോട്ടെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി വലിച്ചിട്ടല്ല അടുത്ത കാണുന്നവരെ